ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പേടിയാവുന്നു. വിനുവേട്ടനത് എങ്ങോട്ടാ? മറുപടി ഇല്ലേ? ഈ പാതിരാത്രി എങ്ങോട്ടാണെന്ന് അറിയാതെ പോണെങ്കിൽ പൊക്കോ. അതെ, വിനുവേട്ടൻ ഒറ്റയ്ക്ക് മതി. എന്റെ ഈ പെങ്ങളെയും കൂട്ടി വേണ്ട. നാട് മുഴുവൻ വിനുവേട്ടനെ പോലെ പഞ്ചപാവങ്ങളാണെന്ന് വിചാരിക്കരുത്. അതിങ്ങെടുക്ക്. അതല്ല ഈ വണ്ടിയിൽ കയറ്റി വയ്ക്കും. മീനാക്ഷി, ഞങ്ങളുടെ വിനുവേട്ടൻ ആരും ഇല്ലാത്തനാണെന്ന് വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഒക്കെ ആളും പേരുമുള്ള ആള് തന്നെയാ. ഞാനൊരു സുഹൃത്തിനെ കുറിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു വീട് റെഡിയാക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീടാ അവൻ പറഞ്ഞു വെച്ചത്. തൽക്കാലം അവിടെ നിന്നിട്ട് പതിയെ നമുക്ക് വേറൊരു വീട് നോക്കാം. എന്ത് പറയുന്നു? മീനാക്ഷി ഓക്കെ അല്ലേ? ഈ ഉപകാരത്തിനൊക്കെ എങ്ങനെ നന്ദി പറയണോന്ന് അറിയില്ല. അതിനൊക്കെ സമയമുണ്ടല്ലോ. തൽക്കാലം നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ചന്ദ്രു, എന്തു പറഞ്ഞ ചന്ദ്രു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? ഉള്ളിലാകെ സങ്കടം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരാശ്വാസ വാക്ക് പോലും കിട്ടുന്നില്ല. ചില നേരത്ത് നമ്മുടെ പ്രായവും വരുമാനമില്ലായ്മയൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ തളർത്തിക്കളയും. ജീവിതം അങ്ങനെയാ. പാവം പെണ്ണുമോൻ, ഇന്നലെ വരെ നമ്മുടെ ലോകമായിരുന്നു അവന്റെ ലോകം. ഇന്ന് അവന്റേതായ ഒരു ജീവിതം ഉണ്ടായപ്പോ ഇല്ലാത്ത കുറ്റം ചുമത്തി എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടു. പ്രകാശന്റെ കരുതി കൂട്ടിയുള്ള പ്ലാനായിരുന്നു ഇതൊക്കെ. അതാണ് സത്യം. ഈ പാതിരാത്രിക്ക് ഇറക്കി വിടണായിരുന്നു മാധവേട്ട.
ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ കൊണ്ട് ഒന്ന് ഉറക്കെ വിളിച്ചു കൂവാൻ പോലും കഴിയാത്ത എന്റെ മോൻ, അതും ഈ രാത്രിയില്. ചന്ദ്രു, വാ. ആ ഹലോ. എന്താ ജയൻചേട്ടൻ ഇത്രയും വൈകിയത്? എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലല്ലോ മണിയണ്ട. വീട് വിട്ട് ഇറങ്ങിയവരെ കണ്ടുപിടിക്കണ്ടേ? ആ, വാ. ആ വാ. എന്നാലും ഇത്ര പെട്ടെന്നൊരു വീട്. ജഗൻചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു വീട് സെറ്റ് ചെയ്തു. എന്റെ വകയിലൊരു കൊച്ചച്ഛന്റെ വീടായത്. പുള്ളിക്കാരൻ പുതിയ വീട് വെച്ചപ്പോ ഇവിടുന്ന് താമസം മാറി. ആ പഴയ വീട് പൊളിക്കാൻ കൊച്ചച്ഛന് മനസ്സ് വന്നില്ല. ആ ഒരു സെന്റിമെന്റ്സ്. ജഗൻചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ കൊച്ചച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി താക്കോലും വാങ്ങി. ആ ദാ താക്കോല്. ഞാൻ ഇറങ്ങട്ടെ? ആ. വീട്ടില് വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ, അവള് പ്രഗ്നന്റാ. ഓ, ഞാനത് മറന്നു. ഏതായാലും വലിയ ഉപകാരം. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് മരുന്നിന് കാശ് തന്നതും ഹോസ്പിറ്റൽ ബിൽ അടച്ചതും ചേട്ടനാ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോ നന്ദി പറയാൻ മുതിർന്ന എന്റെ അമ്മയോട് ചേട്ടൻ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയുടെ സ്വന്തം മകനായി ജഗനുള്ളപ്പോ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന്. അപ്പ ചേട്ടാ, ഗുഡ് നൈറ്റ്. ശരി. ആ പിന്നെ ഈ വീടൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി എന്നാ ശരി, പോട്ടെ. വിനുവേട്ടാ, ഇനിയാണ് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങേണ്ടത്. എന്താ വിനുവേട്ടത്? ഞാൻ ചെയ്യുന്ന എന്റെ കടമയല്ലേ? മീനാക്ഷി, വീട്ടിൽ നടന്നൊന്ന് ആലോചിച്ച് നീ വിഷമിക്കാൻ നിൽക്കണ്ട. പ്രകാശന്റെ സ്വഭാവം അറിയാലോ, ജയിക്കാൻ വേണ്ടി എന്തും കാണിച്ചു കൂട്ടും. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും നോക്കില്ല. എന്നാലും എന്നെ കള്ളിന്നൊക്കെ. മീനാക്ഷി കള്ളിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതൊന്നും ഓർക്കണ്ട. മാനത്തെ കൊട്ടാ